ചില സാമ്രാജ്യങ്ങൾ പിറക്കുന്നത് പകയിൽ നിന്നാണ്. തന്നെ തടയാൻ നോക്കിയ വിധിയെ വെല്ലുവിളിച്ച് എൻസോ ഫെരാരി പടുത്തുയർത്തിയത് അഹങ്കാരത്തിന്റെ ഒരു ചുവന്ന ഗർജനമാണ്. തന്നെ പുറന്തള്ളിയവർക്കും പരിഹസിച്ചവർക്കും നേരെ അയാൾ തൊടുത്തുവിട്ട ഒരു അഗ്നിശരമായിരുന്നു ഓരോ ഫെരാരി കാറുകളും. അത് വെറുമൊരു കാറായിരുന്നില്ല, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന്റെ ഈഗോയിൽ നിന്ന് പിറന്ന വേഗതയുടെ വന്യരൂപമാണ്. ഇന്നും ലോകത്തെ വിറപ്പിക്കുന്ന ആ ചുവന്ന ഗർജനത്തിന്റെ കഥ ഇവിടെ തുടങ്ങുകയാണ്. 1898 ഫെബ്രുവരിയിലെ ഒരു ശൈത്യകാലം. ഇറ്റലിയിലെ മോദേന എന്ന കൊച്ചു നഗരം കൊടും തണുപ്പിൽ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രകൃതി പോലും വഴി തടയാൻ നോക്കിയിട്ടും വിധിക്ക് തളയ്ക്കാനാവാത്തൊരു വിസ്ഫോടനമായി അവൻ പിറന്നു. ഇറ്റലിയുടെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ വേഗത അളക്കാൻ വന്ന ആ വിസ്മയം എൻസോ ഫെരാരി. ഫെബ്രുവരി 18 വേഗത്തിന്റെ ലോകത്തേക്ക് എത്തിയെങ്കിലും എൻസോയുടെ ജനനം രജിസ്റ്റർ ചെയ്യാൻ അച്ഛൻ ആൽഫ്രഡോയ്ക്ക് 2 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. കഠിനമായ മഞ്ഞുവീഴ്ച കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. എൻസോയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ തടസ്സമിൽ നിന്നായിരുന്നു. അച്ഛന്റെ മെറ്റൽ വർക്ക്ഷോപ്പിലെ ഇരുമ്പിന്റെ ഗന്ധവും മെഷീനുകളുടെ ശബ്ദവും കേട്ടാണ് അവൻ വളർന്നത്. സ്കൂളിലെ അച്ചടക്കമുള്ള പഠനത്തോട് അവന് പുച്ഛമായിരുന്നു. അവന് വേണ്ടിയിരുന്നത് സാഹസികതയായിരുന്നു. 10ാം വയസ്സിൽ അച്ഛനോടൊപ്പം ബൊലോഗ്നയിൽ കണ്ട ഒരു കാർ റേസ് അവനിലുണ്ടാക്കിയ അഡ്രിനാലിൻ റഷ് അവന്റെ തലച്ചോറിലെ ചിന്തകളെ മാറ്റിമറിച്ചു. അന്നവൻ കണ്ട വേഗത പിന്നീട് അവന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമായി മാറി. എൻസോയുടെ കൗമാരകാലം മുഴുവൻ ഏതാണ്ട് കണ്ണീരിലായിരുന്നതായിരുന്നു. 1ാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് 1916 ഇറ്റലിയെ പിടിച്ചുലച്ച പകർച്ചവ്യാധിയിൽ എൻസോയുടെ പിതാവും ജ്യേഷ്ഠനും ഒരേ വർഷം തന്നെ മരണപ്പെടുന്നു. തുടർന്ന് കുടുംബത്തിന്റെ തണൽ നഷ്ടപ്പെട്ട എൻസോയ്ക്ക് ഗത്യന്തരമില്ലാതെ സൈന്യത്തിൽ ചേരേണ്ടി വരുന്നു. അവിടെയും വിധി അവനെ മാരകമായ രോഗത്തിന്റെ രൂപത്തിൽ പിന്തുടർന്നു. തുടർന്ന് എൻസോയെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. മാരകമായ അസുഖത്തിന്റെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ ആരും കരുതിയില്ല. എന്നാൽ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ മരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. തോൽക്കാൻ തയ്യാറല്ലാത്ത ഉറച്ച മനസ്സ് മാത്രമായിരുന്നു എൻസോക്ക് അന്ന് കൈമുതലായി ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ട് അവസാനം രോഗമുക്തനായി എൻസോ മടങ്ങിയെത്തിയത് കൊടിയ ദാരിദ്ര്യത്തിലേക്കായിരുന്നു. അവസാനം ജോലി തേടി ടൂറിനിലെത്തിയ എൻസോ അക്കാലത്തെ ഇറ്റലിയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫിയറ്റിലെത്തി. ഒരു സാധാരണ മെക്കാനിക്കായോ ഡ്രൈവറായോ ജോലി നൽകണമെന്ന് അവൻ അപേക്ഷിച്ചു. എന്നാൽ ഫിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അവനെ പുച്ഛിച്ചു തള്ളി. ഞങ്ങൾ നിന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ജോലി നൽകാൻ ഇവിടെ ചാരിറ്റി ഒന്നും നടത്തുന്നില്ല എന്ന മറുപടി കേട്ട് പുറത്തിറങ്ങിയ എൻസോ അടുത്തുള്ള ഒരു പാർക്ക് ബെഞ്ചിലിരുന്ന് പൊട്ടിക്കരയുന്നു. അന്ന് ആ പാർക്ക് ബെഞ്ചിൽ വെച്ച് അവനൊരു ഉറച്ച തീരുമാനമെടുക്കുന്നു. എന്നെ ഇന്ന് പുറത്താക്കിയ ഇതേ ഫിയറ്റ് കമ്പനി നാളെ എന്റെ മുന്നിൽ വിനീതരായി നിൽക്കുന്ന ഒരു കാലം ഞാൻ ഉണ്ടാക്കും. ആ വാശിയാണ് ഫെരാരി എന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ ഇന്ധനം. ആദ്യ നാളുകളിൽ ചെറിയ കമ്പനികളിൽ ഡ്രൈവറായി ജോലി തുടങ്ങിയ എൻസോ താമസിയാതെ ആൽഫ റോമിയോയിലെത്തി. അവിടെ ഡ്രൈവർ എന്നതിലുപരി ഒരു മികച്ച സംഘാടകനായി അവൻ പേരെടുത്തു. 1923 റേസ് വിജയത്തിനു ശേഷം ഇറ്റാലിയൻ വൈമാനിക വീരനായ ഫ്രാൻസിസ്കോ ബരാക്കയുടെ മാതാപിതാക്കൾ എൻസോയെ കാണാനെത്തുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ മകൻ തന്റെ വിമാനത്തിൽ വരച്ചിരുന്ന കുതിച്ചുയരുന്ന കുതിരയുടെ ചിഹ്നം അവർ എൻസോയ്ക്ക് സമ്മാനിക്കുന്നു. ഇത് നിനക്ക് ഭാഗ്യം തരും എന്ന അവരുടെ വാക്ക് എൻസോ ശിരസ്സാവഹിച്ചു. പിന്നീട് മഞ്ഞ പശ്ചാത്തലത്തിൽ കറുത്ത കുതിര ഫെരാരിയുടെ അടയാളമായി മാറുന്നു. 1929 എൻസോ തന്റെ സ്വന്തം റേസിംഗ് ടീമായ സ്ക്യൂഡേരിയ ഫെരാരി സ്ഥാപിച്ചു. ആൽഫ റോമിയോയുടെ റേസിംഗ് വിഭാഗമായി ഇത് പ്രവർത്തിച്ചു. എന്നാൽ എൻസോയുടെ ഈഗോ അവിടെയും പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. തനിക്ക് മുകളിൽ ആരുമുണ്ടാകാൻ പാടില്ലെന്ന വാശി എൻസോയെ ആൽഫയിൽ നിന്ന് പുറത്തേക്കെത്തിക്കുന്നതിന് കാരണമായി. 1939 ആൽഫയിൽ നിന്ന് പുറത്തുവരുമ്പോൾ അടുത്ത 4 വർഷത്തേക്ക് ഫെരാരി എന്ന പേര് ഉപയോഗിക്കരുത് എന്ന കർശനമായ നിബന്ധന ഉണ്ടായിരുന്നു. ഇത് തന്റെ സ്വപ്ന സാക്ഷാത്കാരം വൈകിപ്പിക്കുന്നതിന് ആക്കം കൂട്ടി. പക്ഷേ എൻസോ അവിടെയൊന്നും തളർന്നില്ല. അവൻ ഓട്ടോ ഏവിയോ കോസ്റ്റുസിയോണി എന്ന പേരിൽ യന്ത്രഭാഗങ്ങൾ നിർമ്മിച്ചു തുടങ്ങുകയും അതേസമയം തന്നെ രഹസ്യമായി തന്റെ സ്വപ്ന കാർ നിർമ്മിക്കുകയും ചെയ്തു. 2ാം ലോകമഹായുദ്ധം ഇറ്റലിയെ തകർത്തുകൊണ്ടിരുന്നപ്പോൾ ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എൻസോ തന്റെ ഫാക്ടറി മോഡനയിൽ നിന്ന് മാർനെല്ലോയിലേക്ക് മാറ്റുന്നു. ഇന്നും ഫെരാരിയുടെ ഹൃദയം ഇവിടെയാണ് തുടിക്കുന്നത്. യുദ്ധകാലത്ത് യുദ്ധാവശ്യങ്ങൾക്കായി യന്ത്രങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതനായെങ്കിലും എൻസോയുടെ കണ്ണുകൾ റേസിംഗ് ട്രാക്കിലായിരുന്നു. യുദ്ധം അവസാനിച്ച ഉടൻ 1947 തന്റെ പേരുള്ള ആദ്യത്തെ കാർ ഫെരാരി 125S പുറത്തിറങ്ങി. 12 സിലിണ്ടർ എഞ്ചിൻ ഘടിപ്പിച്ച ആ കാർ വാഹന ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് എൻസോയുടെ അഹങ്കാരം
രണ്ട് വലിയ എതിരാളികളെ കൂടി സൃഷ്ടിക്കുന്നു. തന്റെ കാറിലെ പിഴവ് ചൂണ്ടിക്കാണിച്ച ട്രാക്ടർ മുതലാളി ഫെറൂച്ചിയോ ലെംബോർഗിനിയെ എൻസോ അപമാനിക്കുന്നു. "നീ പോയി ട്രാക്ടർ ഓടിക്ക്" എന്ന് എൻസോ പറഞ്ഞതാണ് ലെംബോർഗിനി എന്ന പടക്കുതിരയുടെ ജനനത്തിന് കാരണമായത്. അതുപോലെ ഫോർഡ് കമ്പനി ഫെരാരിയെ വാങ്ങാൻ വന്നപ്പോൾ തന്റെ അധികാരത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് എൻസോ അവരെ ആട്ടിയോടിച്ചു. ഈ വാശിയാണ് ഫോർഡ് വേഴ്സസ് ഫെരാരി എന്ന ചരിത്രപ്രധാനമായ റേസിംഗ് പോരാട്ടത്തിന് വഴിവെച്ചത്. പക്ഷെ തോൽവികൾ പലതവണ സംഭവിച്ചെങ്കിലും എൻസോ തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. 1960കളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ ഒരിക്കൽ പുറത്താക്കിയ ഫിയറ്റിന് തന്നെ തന്റെ കമ്പനിയുടെ ഓഹരികൾ വിൽക്കാൻ എൻസോ തയ്യാറായി. പക്ഷെ ഒരു നിബന്ധന മാത്രം: റേസിംഗ് ടീമിൽ ഞാൻ മാത്രമായിരിക്കും രാജാവ്. ഫിയറ്റ് അത് അംഗീകരിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻസോയുടെ വ്യക്തിജീവിതം ഒരു വലിയ നോവൽ പോലെ ദുരന്തപൂർണമായിരുന്നു. ലോറ ഗാരലോയുമായുള്ള വിവാഹം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. തന്റെ ഏക പ്രതീക്ഷയായിരുന്ന മകൻ ഡിനോ ഫെരാരി 24-ാം വയസ്സിൽ മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് മരിച്ചത് എൻസോയെ തകർത്തുകളഞ്ഞു. ലോകത്തോട് മുഴുവൻ പൊരുതിയ ആ മനുഷ്യൻ സ്വന്തം മകന് മുന്നിൽ തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ആ ദുഃഖം മറയ്ക്കാൻ അദ്ദേഹം പിന്നീട് മരണം വരെ കറുത്ത കണ്ണടകൾ ധരിച്ചു. കസ്റ്റമേഴ്സിനോടും ഡ്രൈവർമാരോടും അദ്ദേഹം പരുക്കനായി പെരുമാറി. ഡ്രൈവർമാർ അപകടത്തിൽപ്പെടുമ്പോൾ "കാറിന് എന്ത് പറ്റി?" എന്ന് ആദ്യം ചോദിക്കുന്ന ക്രൂരമായ മനോഭാവം അദ്ദേഹത്തിന് ഏകാധിപതി എന്ന പേര് നേടിക്കൊടുത്തു. ഇതിനിടയിൽ ലിന ലാഡി എന്ന സ്ത്രീയിൽ അദ്ദേഹത്തിന് പിയറോ എന്നൊരു മകൻ കൂടി ഉണ്ടായിരുന്നുവെങ്കിലും പത്നി ലോറയുടെ മരണശേഷം മാത്രമാണ് അദ്ദേഹം അത് ലോകത്തെ അറിയിച്ചത്. 1980കളുടെ പകുതിയോടെ എൻസോയുടെ ആരോഗ്യം മോശമായി തുടങ്ങി. വൃക്കസംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തെ തളർത്തിയിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ കാറുകൾക്കും റേസിംഗിനും വേണ്ടി സമർപ്പിച്ച ആ ഇതിഹാസം 1988 ഓഗസ്റ്റ് 14 തന്റെ 90-ാം വയസ്സിൽ മാരനെല്ലോയിലെ വീട്ടിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും ഒരു നിഗൂഢതയുണ്ടായിരുന്നു. മരണം സംഭവിച്ച് 2 ദിവസത്തിന് ശേഷം മാത്രമാണ് ലോകം ആ വാർത്ത അറിഞ്ഞത്. തന്റെ ജനനം രജിസ്റ്റർ ചെയ്യാൻ 2 ദിവസം വൈകിയതുപോലെ തന്റെ മരണവാർത്ത പുറം ലോകം അറിയുന്നതും 2 ദിവസം വൈകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വളരെ ലളിതമായ ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു നടന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്റെ മകൻ ഡിനോയുടെ കല്ലറയ്ക്ക് സമീപം തന്നെ അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളിലൊന്ന് ഇതായിരുന്നു: "ഞാൻ മരിച്ചാലും എന്റെ കാറുകൾ ഗർജിച്ചുകൊണ്ടിരിക്കും." എൻസോ ഫെരാരി അന്തരിച്ചതോടെ കമ്പനിയുടെ നിയന്ത്രണത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. മുൻപത്തെ കരാർ പ്രകാരം എൻസോയുടെ മരണശേഷം ഫെരാരിയുടെ 90% ഓഹരികളും ഫീഡ് ഗ്രൂപ്പിന്റെ കൈവശമായി മാറുകയും ബാക്കി 10% അദ്ദേഹത്തിന്റെ മകൻ പിയറോ ഫെരാരിയുടെ പക്കൽ നിലനിൽക്കുകയും ചെയ്തു. എൻസോയ്ക്ക് ശേഷം ഫെരാരിയെ ഇന്നത്തെ നിലയിലുള്ള ആഗോള ലക്ഷറി ബ്രാൻഡാക്കി മാറ്റുന്നതിൽ 1991 മുതൽ 2014 വരെ കമ്പനിയെ നയിച്ച ലൂക്ക ഡി മോണ്ടസെമോളോ വലിയ പങ്കുവഹിച്ചു. മൈക്കൽ ഷൂമാക്കറെ ടീമിലെത്തിച്ച് ഫോർമുല 1 ട്രാക്കിൽ ഫെരാരിയെ വീണ്ടും രാജാക്കന്മാരാക്കിയതും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. പിന്നീട് 2016 ഫെരാരി ഫിയറ്റിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര കമ്പനിയായി മാറുകയും ഓഹരികൾ പൊതുവിപണിയിൽ ലഭ്യമാവുകയും ചെയ്തു. ഇന്ന് ഫെരാരി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിലും അഗ്നെല്ലി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള എക്സോർ എന്ന നിക്ഷേപ കമ്പനിയാണ് ഇതിന്റെ പ്രധാന ഓഹരി ഉടമകൾ. നിലവിൽ ജോൺ എൽകാൻ ചെയർമാനായും ബെനഡെറ്റോ വിഗ്ന സിഇഒ ആയും കമ്പനിയെ നയിക്കുന്നു. എൻസോയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് വൈസ് ചെയർമാനായി മകൻ പിയറോ ഫെരാരിയും കമ്പനിയിലുണ്ട്. വെറുമൊരു റേസിംഗ് ടീം എന്ന നിലയിൽ നിന്ന് ഇന്ന് വാച്ചുകൾ, വസ്ത്രങ്ങൾ, തീം പാർക്കുകൾ എന്നിവയുൾപ്പെടെയുള്ള ഒരു ആഗോള ലക്ഷറി സാമ്രാജ്യമായി ഫെരാരി വളർന്നുകഴിഞ്ഞു. എൻസോ ഫെരാരി വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. അദ്ദേഹം തന്റെ ഈഗോയെ ഒരു കലയാക്കി മാറ്റി. നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ന് ഒരു ചുവന്ന ഫെരാരി റോഡിലൂടെ പായുമ്പോൾ അത് എൻസോ എന്ന മനുഷ്യന്റെ തോറ്റുകൊടുക്കാത്ത വാശിയുടെയും അഹങ്കാരത്തിന്റെയും ഗർജനമായിട്ടാണ് ഫെരാരിയുടെ ആരാധകർ വിലയിരുത്തുന്നത്. ആ ഗർജനത്തിലൂടെ തന്നെ എൻസോ ഇന്നും ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു.
സ്റ്റോറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കില്ലല്ലോ. മറ്റൊരു കഥയുമായി അടുത്ത ലക്കത്തിൽ കാണാം.